നാം പലപ്പോഴും തെറ്റുകൾ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്നുണ്ട്. റബ്ബിനോട് ആദ്യമൊക്കെ നാം പൊറുക്കലിനെ തേടും. പിന്നീട് ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവായിക്കൊണ്ടിരിക്കും. നാം അതിൽ ലജ്ജിക്കുന്നുമില്ല. ഞാനൊരു കഥ പറയട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. മഹാനവറുകളുടെ അടിമ ഒരു അപരാധം ചെയ്തു. അത് പിടിക്കപ്പെട്ടു. അങ്ങനെ ആ അടിമയെ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ഭൃത്യൻ യജമാനനോട് ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹുവിനെ ഭയക്കേണ്ട തെറ്റുകളൊന്നും അങ്ങ് ചെയ്തിട്ടില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭൃത്യൻ അങ്ങേക്ക് സാവകാശം നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് സാവകാശം തേടുന്നു. ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൃത്യനെ വെറുതെ വിട്ടു. വീണ്ടും അതേ തെറ്റിനാൽ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ആ അടിമയെ പിടിക്കപ്പെട്ടു. ആ സമയത്തും ആദ്യം പയറ്റിയ അതേ അടവ് തന്നെ അവൻ പുറത്തെടുത്തു. വീണ്ടും രക്ഷപ്പെട്ടു. മൂന്നാമതും അതേ തെറ്റിനാൽ പിടിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ ശിക്ഷിച്ചു. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ശ്രദ്ധിച്ചു. മുന്നേ പയറ്റിയ ആ അടവ് ഇവൻ ഇപ്പോൾ പുറത്തെടുത്തില്ല. എന്താണ് കാരണം ചോദിച്ചു മഹാനവറുകൾ. അപ്പോൾ ആ ഭൃത്യൻ മഹാനവറുകളോട് പറഞ്ഞു, ലജ്ജ തോന്നിയിട്ടാണ്. അങ്ങയുടെ ക്ഷമ മുതലെടുത്ത് തെറ്റുകൾ ആവർത്തിക്കുന്നതിൽ എനിക്ക് എന്നോട് തന്നെ നാണം തോന്നി. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പാവിട്ട് കരയാൻ തുടങ്ങി. കൂടുതൽ ലജ്ജിക്കേണ്ടത് ഞാനാണ് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ. നീ പൊയ്ക്കൊള്ളുക. അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ച് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് മഹാനവറുകൾ തൻ്റെ അടിമയോട് പറയാൻ. നോക്കണം, നാം നമ്മുടെ യജമാനനായ റബ്ബിനോട് അവനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റുകൾ ആവർത്തിച്ച് നാം ചെയ്യുന്നു. അവൻ നമ്മെ ശിക്ഷിക്കുന്നില്ല. അവൻ വീണ്ടും നമുക്ക് റഹ്മത്ത് വാരിക്കോരി ചൊരിഞ്ഞു തരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ലജ്ജ തന്നെ നാം മാറ്റിവെച്ചു. നമ്മുടെ നാണം നാം തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് റബ്ബിനോട് കേണപേക്ഷിച്ച് ലജ്ജയിലൂന്നിക്കൊണ്ട് തന്നെ മാപ്പപേക്ഷിക്കണം. തീർച്ചയാണ് അവൻ അർഹമുർ റാഹിമീനാണ്. നമ്മുടെ മേൽ കരുണ വാരിക്കോരിച്ചൊരിയും. നമ്മളെ കൈവിടിയില്ല. കാരണം അവൻ നമ്മുടെ യജമാനനാണ്. അള്ളാഹു നമ്മുടെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ.